ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യൻ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ RRB NTPC തസ്തികയിലേക്ക് ഉള്ള വിജ്ഞാപനം ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഷോർട്ട് നോട്ടിഫിക്കേഷനായി പ്രസിദ്ധീകരിച്ചു. ഏകദേശം 11,558 ഒഴിവുകളാണ് ടോട്ടൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസികൾ എന്ന് റെയിൽവേ പറയുന്നത്. അപ്പോൾ അതിലേക്ക് സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, അതുപോലെ ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉണ്ട്, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് ഉണ്ട്, അതുപോലെ സീനിയർ ക്ലർക്ക് ഉണ്ട്. അതൊക്കെ ഡിഗ്രി യോഗ്യതയുള്ളവർക്കും അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്ക് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട്, അതുപോലെ അക്കൗണ്ട് ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ട്രെയിൻ ക്ലർക്ക് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. താല്പര്യമുള്ള ആളുകളുടെ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റെയിൽവേക്ക് കീഴിൽ വന്നിരിക്കുന്ന മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ RRB NTPC എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്. അത് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കും അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കും വേണ്ടിയിട്ടാണ്. മൊത്തം 11,558 ഒഴിവുകളിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ റെയിൽവേ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതിൻ്റെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു വീഡിയോ കൂടിയും ഇടുന്നതാണ്. 14/9/2024 മുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലേക്ക് 13/10/2024 വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഓരോ പോസ്റ്റുകളും അതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്ക് ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ വിഭാഗത്തിലേക്ക് 1,736 ഒഴിവുകളുണ്ട്. പിന്നീട് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് 994. പിന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജർ വിഭാഗത്തിലേക്ക് 3,144. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് ടൈപ്പിസ്റ്റ് വിഭാഗത്തിലേക്ക് 1,507. സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് 732 ഒഴിവുകളുമായി മൊത്തം 8,113 ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലേക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്ക് ഇതിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 21/9/2024 മുതൽ 20/10/2024 വരെയാണ്. അതിലേക്ക് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് വിഭാഗത്തിലേക്ക് 2022 വേക്കൻസികളും, അക്കൗണ്ട്സ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് വിഭാഗത്തിലേക്ക് 361 ഒഴിവുകളും, ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഒഴിവിലേക്ക് 990 ഒഴിവുകളും, ട്രെയിൻ ക്ലർക്ക് വിഭാഗത്തിലേക്ക് 72 ഒഴിവുകളുമായിട്ട് 3,445 ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത്. അതുപോലെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് ഗ്രാജുവേഷൻ വരുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയും, അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 33 വയസ്സ് വരെയുള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പം മിനിമം ഡിഗ്രി ഉള്ളവർക്കും അതുപോലെ +2 ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച നോട്ടിഫിക്കേഷൻ. താല്പര്യമുള്ള അതിലേക്കും ആപ്ലിക്കേഷൻ ഫീസ് ഒക്കെ ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപയ്ക്കും ആപ്ലിക്കേഷൻ ഫീസ് 400 രൂപ റീഫണ്ട് ചെയ്യും. മറ്റേ SC/ST അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസൊക്കെ 250 രൂപ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ അടക്കണം. അത് നമുക്ക് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്താൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. ഡെയിലി ഇത്തരം അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്യാൻ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.